മേപ്പാടിയിലെ ദുരന്തഭൂമിയിൽ മേജർ രവി മോഹൻലാലിനോടൊപ്പം പട്ടാള യൂണിഫോമിൽ പോയതാണല്ലോ ഒരു പുതിയ വിവാദമായി വന്നത്. ഏതോ ഒരു വിദ്വാൻ പ്രധാനമന്ത്രിക്ക് പരാതിയും അയച്ചിട്ടുണ്ട്. RR ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം, ഒരു റിട്ടയേർഡ് ആർമി ഓഫീസർക്ക് പട്ടാള യൂണിഫോമിൽ അതിന് റിട്ടയർമെൻറ്റിന് ശേഷവും എവിടെയെങ്കിലും പോകാമോ, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷം ഒരു പട്ടാള ഓഫീസർ യൂണിഫോം ഉപയോഗിക്കുന്നത് നിയമവിധേയമാണോ അതോ നിയമവിരുദ്ധമാണോ? അതിനെക്കുറിച്ചുള്ള ആധികാരികമായ വിവരമാണ് RR ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. RR എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. AK രവീന്ദ്രൻ എന്ന മേജർ രവി നമ്മൾ ഓരോ ഭാരതീയർക്കും അഭിമാനിക്കാവുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു ധീര സൈനികനാണ് എന്നത് നമ്മൾ ആരും മറക്കരുത്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കമാൻഡോ ആയിരുന്ന അദ്ദേഹം 1991-ലും 92-ലും പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ, ഗാലൻട്രി മെഡൽ നേടിയ ആളാണ്. കാശ്മീരിലും പഞ്ചാബിലും ഭീകരർക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളുടെ അംഗീകാരമായിട്ടാണ് 91-ലും 92-ലും പ്രസിഡന്റിന്റെ ഗാലൻട്രി മെഡൽ അദ്ദേഹത്തിന് ലഭിച്ചത്. ഇത്രയൊക്കെ സേവന പാരമ്പര്യവും അംഗീകാരവും ലഭിച്ച ഒരു മഹാ സോൾജിയറിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് വളരെ ഗൗരവമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആധികാരികമായി അതിനെക്കുറിച്ച് അറിയേണ്ടത് ഓരോ പൗരന്റെയും കർത്തവ്യമാണ് എന്ന് RR വിശ്വസിക്കുന്നു. ആർമി കേഡറ്റ് കോളേജിൽ നിന്നും ബിരുദം നേടിയ മേജർ രവി 1984 ഡിസംബറിലാണ് ആർമിയിൽ ഓഫീസറായി സേവനം ആരംഭിക്കുന്നത്. 4 വർഷം NSG കമാൻഡോ ആയി വർക്ക് ചെയ്ത മേജർ രവി രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസിലെ പ്രതികളെ പിടിക്കുന്ന മിഷന്റെ സംഘത്തലവൻ കൂടിയായിരുന്നു. രാജ്യത്തിന് ഇത്രത്തോളം സ്തുത്യർഹമായ സേവനങ്ങൾ കാഴ്ചവെച്ച ശ്രീ മേജർ രവിക്ക് RR പ്രണാമം, ആദരവ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മേജർ രവി ആകട്ടെ ഏതെങ്കിലും റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥനാകട്ടെ, റിട്ടയർമെന്റിന് ശേഷം ആർമി യൂണിഫോം ധരിച്ച് ഒരു പൊതുചടങ്ങിലോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്തോ പോകുന്നത് നിയമവിധേയമാണോ? ഒരു കമ്മീഷൻഡ് ഓഫീസർ തസ്തികയിൽ ഇന്ത്യൻ ആർമിയിൽ നിന്നോ അല്ലെങ്കിൽ മിലിറ്ററിയിൽ നിന്നോ റിട്ടയറായ ഒരു ഉദ്യോഗസ്ഥന് തന്റെ ഒടുവിലത്തെ തസ്തികയിൽ മിനിമം 2 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോം പ്രത്യേക ഫംഗ്ഷനുകളിൽ ധരിക്കാമെന്ന് നിയമം അനുശാസിക്കുന്നു. മിലിറ്ററിയുമായി ബന്ധപ്പെട്ട സെറിമോണിയൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷനുകളിൽ തന്റെ യൂണിഫോം ധരിക്കുന്നതിന് നിയമപരമായി തടസ്സമില്ല എന്നാണ് RR മനസ്സിലാക്കുന്നത്. എന്നാൽ മേജർ രവിയുടെ വിഷ്വൽസ് കണ്ടതിൽ നിന്നും അദ്ദേഹം പൂർണ്ണമായ മിലിറ്ററി യൂണിഫോമിലാണോ വയനാട്ടിൽ എത്തിയത് എന്ന് RR ഉറപ്പില്ല. മേജർ രവിയെ പോലെ രാജ്യത്തിനു വേണ്ടി സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച ഒരാളെ താൻ ചേർന്ന പാർട്ടി ഒരു വിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതാണ് എന്ന ഒരേ ഒരു കാരണത്താൽ കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. ഈ ഒരു പ്രവണത സാംസ്കാരിക സമ്പന്നമായ ഒരു സമൂഹത്തിന് ഒട്ടും ചേർന്നതല്ല, അപലപനീയമാണ്. മേജർ രവിയെ പോലെയുള്ള വ്യക്തികളെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.